നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ലവ് ജിഹാദ് ആരോപണത്തിൽ PC ജോർജിനെ പിന്തുണച്ച സീറോ മലബാർ സഭയെ തള്ളി മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും അറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ മെത്രാന്മാർക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് തേലക്കാട്ട്. ഇതര സമുദായങ്ങളുമായി സമാധാനത്തിൽ കഴിയാൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമാണ് പിതാക്കന്മാരുടെ നിലപാട്. കാസ പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സഭയിൽ നിന്നുണ്ടാകുന്നത് നാണക്കേടാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കാനുള്ള എന്തുത്തരവാദിത്തമാണ് PC ജോർജിനുള്ളതെന്നും തേലക്കാട്ട്. പോൾ തേലക്കാട്ടിന്റെ പ്രതികരണം ന്യൂസ് 18 Q18. ഇടുക്കി ഗ്രാമ്പിയിലെ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. രാവിലെ നടത്തിയ ഡ്രോൺ നിരീക്ഷണത്തിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കടുവ മാറി. കനത്ത മൂടൽമഞ്ഞും ദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നു. ഇന്നലെ രാത്രിയിലെ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും ഇന്നലത്തെ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തിയില്ല എന്നും നാട്ടുകാർ. ഇടുക്കിയിൽ നടക്കുന്നത് രണ്ട് ദൗത്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യജീവൻ സംരക്ഷിക്കുകയും വന്യജീവിയെ സംരക്ഷിക്കുകയും ദൗത്യത്തിന്റെ ലക്ഷണങ്ങളെന്ന് ശശീന്ദ്രൻ. ദൗത്യം ഇന്ന് പൂർണ്ണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി. വനം വകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫ സംഘടിപ്പിക്കുന്ന സമരപഥം ഇന്ന് 4:30 ചെക്കിട്ടപ്പാറ അങ്ങാടിയിലാണ് പരിപാടി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെക്കാൻ ഐക്യകണ്ഠ്യേന തീരുമാനമെടുത്ത ചെക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മെമ്പർമാരെ ആദരിക്കും. ചെക്കിട്ടപ്പാറ പഞ്ചായത്തിന് അനുകൂലമായ നിലപാടാകും കോടതിയിൽ സർക്കാർ സ്വീകരിക്കുക എന്ന് വനം മന്ത്രി. നിയമവഴി തേടിയ ചെക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ നടപടി സ്വാഗതാർഹം. വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നത് ശരിയല്ലെന്ന് അവർക്ക് ബോധ്യമായി. കോടതിയെ സമീപിച്ചതിനാൽ പഞ്ചായത്തിനൊപ്പം സർക്കാരും നിൽക്കും. നിലവിലെ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സർക്കാർ നിലപാടെന്നും AK ശശീന്ദ്രൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. നാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാന തെളിവെടുപ്പ്. ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത ഷൈനിക്കും മക്കൾക്കും നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് വിശ്വാസികളുടെ പ്രതിഷേധം നടക്കുന്നു. തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ഫൊറാന പള്ളിയിലാണ് വിശ്വാസികൾ പ്രതിഷേധിച്ചത്. കുർബാനയ്ക്ക് ശേഷം പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വാർഡ് കൗൺസിലർ മേളി രാജു ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ 4 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. സംഭവത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. ICT കോളേജിലെ 13ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് JDT കോളേജിലെ അഹമ്മദ് മുസ്തബ എന്ന വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് കണ്ണിനും മൂക്കിനും പരിക്കേൽപ്പിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ ചേവായൂർ പോലീസ് റിഫാസ്, ഷഹീൻ, നിഹാൽ, യാസിർ എന്നീ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. കണ്ടാലറിയാവുന്ന 9 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് കേസ്. കളമശ്ശേരി കഞ്ചാവ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത്. കൊല്ലം സ്വദേശിയായ ഇയാളെ ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിക്കും. അനുരാജാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി. കളമശ്ശേരി കഞ്ചാവ് കേസിൽ റിമാൻഡിലായ പ്രതിക്കായി പോലീസ് വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ നൽകും. കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണ് കേസിലെ പ്രധാനിയെന്ന് അറസ്റ്റിലായ ആഷിഖ്, ഷാരിഖ് എന്നിവരുടെ മൊഴിയനുസരിച്ച് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആകാശിന്റെ സഹമുറിയൻ ആദിലിന്റെയും മറ്റൊരു വിദ്യാർത്ഥി അനന്തുവിന്റെയും പങ്ക് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. കണ്ണൂർ നുച്ചാട്ട് വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ യുവതി ഉൾപ്പെടെ 3 പേരെ പോലീസ് പിടികൂടി. നുച്ചാട് സ്വദേശി മുബഷീർ, കർണാടക കുടക് അരീക്കാട് സ്വദേശി ഹക്കീം, ഹുബ്ബള്ളി ധാർവാഡ് ജനതാ കോളനിയിലെ കോമള എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 5 ഗ്രാം MDMA കണ്ടെടുത്തു. തിരുവനന്തപുരം പള്ളി സ്ട്രീറ്റിൽ MDMAയുമായി 4 പേരെ നാട്ടുകാർ പിടികൂടി. ഭീമാപള്ളി സ്വദേശികളായ ഹാഷിം, റയീസ്, അഫ്സൽ, നിജാസ് എന്നിവരാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി MDMA കൊണ്ടുവന്നു എന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. നാട്ടുകാർ രൂപീകരിച്ച ലഹരി വിരുദ്ധ സ്ക്വാഡാണ് MDMA പിടിച്ചെടുത്തത്. IOC DGM അലക്സ് മാത്യുവിന്റെ പക്കൽ 29 ലക്ഷം രൂപയുടെ നിക്ഷേപം. കൊച്ചിയിലെ
കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്ത വിജിലൻസ്. വീട്ടിൽ വൻതോതിൽ മദ്യശേഖരവുമുണ്ടെന്ന് വിജിലൻസ്. സാമ്പത്തിക ഇടപാടിന്റെ മറ്റ് ചില രേഖകളും പിടികൂടി. കൊച്ചിയിലെ IOCയുടെ ഓഫീസിലും രാത്രിയിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. അലക്സ് മാത്യു IOC അസിസ്റ്റന്റ് മാനേജർ ആയതു മുതൽ കൈക്കൂലി വാങ്ങിയിരുന്നതായി സൂചന. കൂടുതൽ പരാതികളുണ്ടോ എന്നും അന്വേഷിക്കുന്നതായി വിജിലൻസ്. അതേസമയം അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു. ഗതികേട് കൊണ്ടാണ് അലക്സ് മാത്യുവിന്റെ കൈക്കൂലി വിവരം വിജിലൻസിനെ അറിയിച്ചതെന്ന് കടക്കൽ വൃന്ദാവൻ ഗ്യാസ് ഏജൻസി ഉടമ S. മനോജ്. കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ തന്റെ ഏജൻസിക്ക് കീഴിൽ നിന്ന് ഉപഭോക്താക്കളെ മാറ്റുമെന്ന് അലക്സ് മാത്യു ഭീഷണിപ്പെടുത്തി. 500-ന്റെ 4 കെട്ടുകൾ പോക്കറ്റിൽ തിരികെ വെച്ചതിന് ശേഷം എനിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു. വിദഗ്ധമായി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് അലക്സ് എന്ന് ഗ്യാസ് ഏജൻസി ഉടമ ന്യൂസ് 18നോട്. മലപ്പുറം തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് DMO റിപ്പോർട്ട് കൈമാറിയത്. ആശുപത്രി സൂപ്രണ്ടും RMOയും ഡോക്ടറും നൽകിയ വിശദീകരണത്തിലും CCTV പരിശോധിച്ചതിലും വീഴ്ച കണ്ടെത്തിയിരുന്നു. ഓട്ടോ മറിഞ്ഞ് കാലിന് പരിക്കേറ്റ യുവതിക്കാണ് ചികിത്സ നിഷേധിച്ചത്. ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന തുടരുന്നതിനിടെ ആശമാർക്ക് സാമ്പത്തിക പിന്തുണ നൽകാനൊരുങ്ങി കോഴിക്കോട് പെരുവയൽ പഞ്ചായത്ത്. ആശമാർക്ക് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക നൽകുന്ന പദ്ധതി പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമാർ സമരം തുടരുന്ന പശ്ചാത്തലത്തിലാണ് UDF ഭരിക്കുന്ന പെരുവയൽ പഞ്ചായത്തിന്റെ നടപടി. ആശമാർക്ക് മാസത്തിൽ 2000 രൂപ അധിക വേതനം നൽകാനുള്ള പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ പഞ്ചായത്തിന് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകും. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ITIകളിലായി 6 വർഷത്തിലേറെയായി പഠിക്കാൻ ആളില്ലാത്ത 749 ട്രേഡുകൾ ഒഴിവാക്കുന്നു. ഇവയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ട്രെയിനിംഗ് ഡയറക്ടർ വിജ്ഞാപനം പുറത്തിറക്കി. കോഴ്സുകൾ ഒഴിവാക്കുന്നത് മൂലം അധികമാകുന്ന സ്ഥിരം ട്രെയിനർമാരെ യോഗ്യതയ്ക്കനുസരിച്ച് പുനർവിന്യസിക്കാനും ധാരണയായി. 40ഓളം അധിക തസ്തികകളിലായി ഇതുവരെയാണ് പുനർവിന്യസിക്കേണ്ടി വരിക. കണ്ണൂർ ഇരിട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ഉളിയിൽ സ്വദേശി ഫൈജാസ്. മാപ്പിളപ്പാട്ട് കലാകാരനായിരുന്നു. പുലർച്ചെ 12 മണിയോടെ ഇരിട്ടി MGM കോളേജിന് സമീപമായിരുന്നു അപകടം. CPMന്റെ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. AKG സെന്ററിന് എതിർവശത്താണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ബഹുനില മന്ദിരം നിർമ്മാണം പുരോഗമിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാലുടൻ ഉദ്ഘാടനം നടത്തി. മലപ്പുറം കാട്ടുങ്ങൽ സ്വർണ്ണ കവർച്ചയിൽ സ്വർണം പോയ വ്യാപാരിയുടെ കൂടെയുണ്ടായിരുന്ന ആളും സഹോദരനും അറസ്റ്റിൽ. ശിവേഷിനെയും സഹോദരൻ ബെൻസിനെയും മഞ്ചേരി പോലീസ് പിടികൂടി. ആക്രമിച്ച് കവർന്നത് 75 പവൻ സ്വർണം. സംഭവത്തിൽ ഇവരുടെ സഹായമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും ബെൻസിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് ഒരു സാധാരണക്കാരന്റെ ഇടപെടൽ കാരണമെന്ന് ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ്. ബൈക്കിന്റെ ഫോട്ടോ എടുത്ത് പോലീസിന് നൽകിയതാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. കേസിൽ 3 പ്രതികളാണ്. ശിവേഷാണ് കേസിലെ ആസൂത്രകൻ. ജയേഷ് മുമ്പും പല കേസുകളിലും പ്രതിയായിട്ടുണ്ടെന്നും SP. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഗീത സംവിധായകൻ AR റഹ്മാൻ ആശുപത്രി വിട്ടു. രാവിലെ 7:30ഓടെയാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു. ആരാധകർക്ക് നന്ദി പറഞ്ഞ AR റഹ്മാന്റെ മകന്റെ ട്വീറ്റ്. നിർജ്ജലീകരണമാണ് ആരോഗ്യ പ്രശ്നമുണ്ടാക്കിയത്. AR റഹ്മാന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി പറയുന്നതായും ട്വീറ്റിൽ. ദേശീയ വാർത്ത. ലഖിംപൂർ MLA മാനവ് ദേക്കയ്ക്കും കുടുംബത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിൽ അസം കോൺഗ്രസ് വക്താവ് റീതം സിംഗ് അറസ്റ്റിൽ. ലഖിംപൂർ പോലീസ് ഗുവാഹത്തിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. BJP നേതൃത്വത്തിലുള്ള അസം സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെയും പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിന്റെയും ഉദാഹരണമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബംഗളൂരു സ്വർണ്ണക്കടത്ത് കേസിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി അറസ്റ്റിലായ കന്നഡ നടി രന്യ റാവു തന്നെ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണെന്നും കുറ്റമേൽക്കുന്നതുവരെ നിരന്തരം മുഖത്തടിച്ചെന്നും രന്യ. ബ്ലാങ്ക് ചെക്കുകളിലും നിരവധി പേപ്പറുകളിലും ഒപ്പുവെപ്പിച്ചു. DGPയായ പിതാവിനെ കേസിൽ ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും രന്യ DRI അഡീഷണൽ ഡയറക്ടർക്ക് അയച്ച കത്തിൽ പരാതിപ്പെടുന്നു.
രണ്യ റാവുവിന്റെ വളർത്തച്ഛനും കർണാടക പോലീസ് ഹൌസിംഗ് കോർപ്പറേഷൻ DGPയുമായ രാമചന്ദ്ര റാവുവിന് നിർബന്ധിത അവധി നൽകി സർക്കാർ. സ്വർണ്ണക്കടത്തിൽ രാമചന്ദ്ര റാവുവിന്റെ പങ്കിനെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശിച്ച് ഉത്തരവിറങ്ങിയത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗൗരവ് ഗുപ്തയാണ് കേസിൽ രാമചന്ദ്ര റാവുവിന്റെ പങ്ക് അന്വേഷിക്കുന്നത്. രണ്യയുടെ പ്രവൃത്തികളിൽ നിന്ന് അകലം പാലിച്ചിരുന്നതായും സ്വർണ്ണക്കടത്തിൽ മകളുടെ പങ്കിനെക്കുറിച്ച് അറിയില്ലെന്നും നേരത്തെ രാമചന്ദ്ര റാവു പ്രതികരിച്ചിരുന്നു. മുംബൈ ബീഡിൽ കൊല്ലപ്പെട്ട സർപഞ്ച് സന്തോഷ് ദേശ്മുഖിന്റെ കേസിൽ പരിഗണിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയും അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 പോലീസുകാരും ഒരുമിച്ച് ഹോളി ആഘോഷിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും പുറത്തുവന്നതിൽ വിവാദം. സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തക അഞ്ജലി ദമാനിയെയാണ് സമൂഹമാധ്യമം വഴി വിവരങ്ങൾ പുറത്തുവിട്ടത്. കാരാടിന് എതിരെയുള്ള മുഴുവൻ കേസുകളും പുനഃപരിശോധിക്കണമെന്നും അവയിലെല്ലാം അന്വേഷണം നടത്തണമെന്നുമാണ് ദമാനിയയുടെ ആവശ്യം. കഴിഞ്ഞ ഡിസംബർ 9-നാണ് ബീഡിലെ മസാജോഗ് ഗ്രാമത്തിലെ സർപഞ്ച് സന്തോഷ് ദേശ്മുഖിനെ ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയത്. മധ്യപ്രദേശിൽ 6 മാസം പ്രായമായ കുഞ്ഞിനോട് ദുർമന്ത്രവാദിയുടെ ക്രൂരത. ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ കുട്ടിയെ തീക്ക് മുകളിൽ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടു. ദുർമന്ത്രവാദത്തിനു പിന്നാലെ കുട്ടിയുടെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടമായി. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ കോലറാസിലാണ് സംഭവം. പ്രശസ്ത ഒഡിയ കവി രമാകാന്ത് രത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മുൻ IAS ഉദ്യോഗസ്ഥനാണ്. ഒഡിയ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ആധുനിക കവികളിൽ ഒരാളാണ് രമാകാന്ത് രത്ത്. പത്മവിഭൂഷൺ, സരസ്വതി സമ്മാൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വാർത്ത. 9 മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ക്രൂ 10 ദൗത്യ സംഘത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ത്യൻ സമയം രാവിലെ 9:30 ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ ഡോക്കിംഗ് നടന്നു. വായു ചോർച്ചയില്ലെന്ന് ഉറപ്പായതോടെ ഇന്ത്യൻ സമയം രാവിലെ 10:30 ഹാച്ചിംഗ് ആരംഭിച്ചു. തുടർന്ന് ക്രൂ 9 ദൗത്യ സംഘത്തിനൊപ്പം ക്രൂ 10 ദൗത്യ സംഘവും ചേർന്നു. ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബു ഖതൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ്. ഇന്നലെ രാത്രി പാകിസ്ഥാനിലെ ചെഹലം മേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു. 2023-ലെ രജൌരി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഹഫീസ്. അമേരിക്കയിലേക്കുള്ള പ്രവേശനത്തിന് 43 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്കും നിയന്ത്രണവും ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. 43 രാജ്യങ്ങളെ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ 3 പട്ടികയായി തിരിച്ചാവും അമേരിക്കയിലേക്കുള്ള പ്രവേശന നിരോധനവും നിയന്ത്രണവും ഏർപ്പെടുത്തുക. യാത്രാ നിയന്ത്രണങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ റഷ്യയും പാകിസ്ഥാനും ഉൾപ്പെടും. വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 9 ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണിത്. വെടിനിർത്തൽ 1 മാസത്തേക്ക് നീട്ടുന്നതിന് പകരമായി ഹമാസ് തടവിലുള്ള മറ്റ് ബന്ദികളെ കൂടി മോചിപ്പിക്കാനുള്ള അമേരിക്കൻ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ആക്രമണം. യമനിൽ ഹൂതി താവളങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ US യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്നതിനാലാണ് തിരിച്ചടി. US കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ 4ഇടത്തായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരണം 26 റിപ്പോർട്ട്. ചുഴലിക്കാറ്റിനെ തുടർന്ന് അമേരിക്കയിലെ മിസൗറി, അർക്കൻസാസ്, ടെക്സസ്, ഒക്ലഹോമ എന്നീ നഗരങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി. മിസൗറി സംസ്ഥാനത്താണ് കാറ്റ് കനത്ത നാശം വിതച്ചത്. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാവിലെയുമായി ആഞ്ഞു വീശിയ ചുഴലിക്കാറ്റിൽ മിസൗറിയിൽ മാത്രം 14 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. UAE-യിൽ പരിഷ്കരിച്ച ട്രാഫിക് നിയമങ്ങൾ ഈ മാസം 29 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നിയമപ്രകാരം ലഹരി ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നത് ഗുരുതര നിയമലംഘനമാണ്. അപകടത്തിൽ പരിക്കോ ജീവഹാനിയോ സംഭവിച്ചാൽ 1 ലക്ഷം ദിർഹം വരെ പിഴയും തടവും ശിക്ഷ ലഭിക്കും. ശ്വാസകോശാണുബാധയിൽ നിന്നും സുഖം പ്രാപിച്ചു വരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയിൽ അടുത്ത 3 വർഷത്തിനിടെ നടപ്പാക്കേണ്ട നവീകരണ പദ്ധതിക്ക് അനുമതി നൽകി. മെത്രാന്മാരുടെ സിനഡ് പ്രവർത്തനങ്ങൾ തുടരും. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന സിനഡ് പരിഗണിച്ച് വനിതാ പൗരോഹിത്യം
LGBTQ സമൂഹത്തിന് കൂടുതൽ അംഗീകാരം തുടങ്ങിയ വിഷയങ്ങളിൽ ലോകമെങ്ങും സഭാ സമൂഹങ്ങളിൽ അടുത്ത 3 വർഷം കൂടിയാലോചന നടത്തും. 2028 സിനഡ് ചേർന്ന് ഇവ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ബിസിനസ് വാർത്ത. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ പോക്കോയുടെ F7 സീരീസ് ഉടൻ പുറത്തിറങ്ങുമെന്ന് റിപ്പോർട്ട്. മാർച്ച് 27-ന് F7 സീരീസിന്റെ ആഗോള ലോഞ്ച് നടത്താനാണ് കമ്പനി ആലോചിക്കുന്നത്. F7 സീരീസിൽ F7 Pro, F7 Ultra വേരിയന്റുകൾ അവതരിപ്പിക്കും. ഇന്ത്യയിൽ എന്ന് ഈ സീരീസ് അവതരിപ്പിക്കും എന്നത് വ്യക്തമല്ല. നോക്കാം സിനിമ. പ്രശസ്ത ചലച്ചിത്രകാരൻ ശ്രീകുമാരൻ തമ്പിക്ക് ഇന്ന് 85-ാം പിറന്നാൾ. ഗാനരചയിതാവായി തന്റെ 20കളിൽ സിനിമാരംഗത്തെത്തിയ ശ്രീകുമാരൻ തമ്പി സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും തിളങ്ങി. 5 പതിറ്റാണ്ടുകളിലേറെക്കാലമാണ് ശ്രീകുമാരൻ തമ്പി സിനിമാരംഗത്ത് സജീവമായി തുടരുന്നത്. ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ ലൂസിഫർ റീ റിലീസിന് ഒരുങ്ങുന്നു. മാർച്ച് 20-ന് ചിത്രം റീ റിലീസിനെത്തും. റീ റിലീസ് ട്രെയിലർ പുറത്തുവിട്ട ആശീർവാദ് സിനിമാസ് എമ്പുരാൻ ആദ്യ ഷോ മാർച്ച് 27-ന് രാവിലെ 6 മണിക്ക്. അജിത് കുമാർ നായകനാകുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ടീസർ മേക്കിംഗ് വീഡിയോ പുറത്ത്. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ തരംഗമായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് മേക്കിംഗ് വീഡിയോ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. ചിത്രം ഏപ്രിൽ 10-ന് റിലീസിനെത്തും. പൂർണ്ണമാകും. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട് സ്വന്തം വീട് പോലെ കാണണം. അതൊക്കെ. പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാ നമ്മുടെ അല്ലാതാകുന്നത്? വീട്ടുകാർക്കല്ല പ്രശ്നം. ആദ്യത്തെ പ്രശ്നം കുടുംബക്കാർക്കും അയൽക്കാർക്കുമാണ്. പക്ഷെ പിന്നെ അവരുടെ ചോദ്യങ്ങൾ വീട്ടുകാരും ചോദിച്ചു തുടങ്ങും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്നാ പോണേ? അവനെന്താ വരാത്തെ? അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലേ? നിങ്ങൾ പറ, എന്നെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഗസ്റ്റ് റോളിലല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? അതാണ്